ഞാൻ മുന്നേ പറഞ്ഞല്ലോ 2006 എൻ്റെ അളിയൻ ആക്സിഡന്റ് ആവുക. അത് വരെ ഞാൻ എൻ്റെ ജീവിതം ആഘോഷിച്ചും കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. അളിയൻ ആക്സിഡന്റ് ആയി ICUയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേനി. ഇങ്ങനെ തലയൊട്ടി തുറന്നു പോയതാ. പിന്നീട് കാഴ്ചയും സംസാരവും ഒന്നും ഈ സമയം വരെ ഇല്ല. 18 വർഷമായിട്ട് ബെഡിലാണ്. അങ്ങനെ അളിയന് ആക്സിഡൻറ്റോട് കൂടിയിട്ട് ഞാനും അളിയനും ഭയങ്കര ബന്ധേ. അപ്പം എനിക്ക് എങ്ങനെങ്കിലും നാട്ടിൽ നിന്ന് പോരണം. പിന്നെ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ UAE പോരുകയാണ്. വീട്ടില് വലിയ മാനേജറാണ്, ജോലി കിട്ടിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത്. സംഭവം അബുദാബി ടാക്സി തുടങ്ങിയ സമയം. അബുദാബി ടാക്സിയിലേക്ക് വന്നതാ ഡ്രൈവറായിട്ട്. വീട്ടിലോ ആർക്കും സുഹൃത്തുക്കൾക്ക് ഒന്നും അറിയില്ല. എനിക്കിവിടെ UAE ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഓരോട് പോലും ഞാൻ പറയാതെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ട് പോരാ. അലൈനിൽ പോയി, അലൈനിൽ താമസിച്ച്, അലൈനിൽ ഒരു വലിയ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ ഭക്ഷണം ഒന്നും തന്നില്ല. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കമ്പനി കൊണ്ടുപോയി തരുള്ളൂ. കമ്പനി തുടങ്ങിയില്ലേന്. കമ്പനി നാട്ടിൽ വന്ന് ഡ്രൈവർമാരെ സെലക്ട് ചെയ്തതിന്റെ കൂട്ടത്തില് ഇനിയും സെലക്ട് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് ലൈസൻസ് എടുത്ത് ലൈസൻസ് ഒന്നും ആയില്ല. അല്ല, ലൈസൻസ് എടുക്കുന്നത് വരെ വെറുതെ റൂമിലിരിക്കണം അല്ലെ? ലൈസൻസ് അങ്ങനെയാണ് മോഡൽ. ഇത് ആ കമ്പനി ഓർഡർ ചെയ്ത കാറുകളൊന്നും വന്നിട്ടില്ല. ടാക്സി കമ്പനി തുടങ്ങിയിട്ടില്ല. കമ്പനിക്ക് നല്ലൊരു താമസ സ്ഥലം ഇല്ല, ഒന്നും ആയിട്ടില്ല. അബുദാബിയിലാണ് നമ്മള് വണ്ടി ഓടിക്കേണ്ടത്. പക്ഷെ അബുദാബിയിൽ ആ ബിൽഡിങ്ങിന്റെ പണി കഴിയാത്തത് കാരണം അലൈനിൽ ഭക്ഷണം തരാനോ ഒന്നുമില്ല. അങ്ങനെ ഒരു നേരം 2 നേരമൊക്കെ കഷ്ടിച്ച് ഭക്ഷണം കിട്ടുള്ളൂ. വേറെ ഒരു പണിയും ഇല്ല, വെറുതെ കുത്തിരിക്കണം. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ പോവുകയാണ്. കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഞാൻ അറബി വീട്ടിലൊക്കെ ഒരുപാട് പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, എനിക്ക് ഭക്ഷണത്തിന് ഭയങ്കര വിലയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും പട്ടിണിയാണ്ടാവുക. അപ്പം ഈ അറബി വീട്ടിൽ പോയാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വിതരണം ചെയ്യും. അങ്ങനെ ഞാൻ ബംഗാളികളായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് ബംഗാളികൾ പറയും ഇന്ന വീട്ടിൽ പോയാൽ ഇറച്ചി കിട്ടും. ഞാൻ അവിടെ പോയി ഇറച്ചിക്ക് വേണ്ടി ഞാനും മലയാളികളും ക്യൂ നിൽക്കും, ഇറച്ചി വാങ്ങിക്കൊണ്ടുവരും. കാരിഫോറിൽ പോയാൽ ഈ ട്രോളി ഉണ്ടല്ലോ, എന്തിനാ ട്രോളി, 1 ദിറംസിൽ ചങ്ങലയില് കൊളുത്തും. അറബികൾക്ക് 1 ദിറംസ് വലിയ വിഷയമല്ലല്ലോ, ഒരു ഗ്രൗണ്ടിലെവിടെയും കൊണ്ടുപോയിടും. ഈ ട്രോളി ഞാൻ പെറുക്കിയിട്ട് യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ദിറംസ് പുറത്ത് വരും. ഇതുകൊണ്ട് ഞാൻ കാരിഫോറിൽ നിന്ന് അരിയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങും. ഈ ഇറച്ചിയും കിട്ടിയാൽ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ജീവിച്ച് അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാട് കാലഘട്ടം സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ആ കച്ചറ പ്രശ്നങ്ങളായപ്പോൾ നമ്മൾ അബുദാബി കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിന് ടാക്സിക്കാരെല്ലാവരും കൂടിയിട്ട്. അപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടാക്സിൻ്റെ അതിലെ കമ്പനീൻ്റെ മെയിൻ മുതിർമാർ ദേഷ്യം പിടിച്ചിട്ട് അബുദാബിയിൽ കൊണ്ടുവന്നിട്ട്, അബുദാബി ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞില്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് കറണ്ട് കിട്ടും. അതുവരെ മരുഭൂമിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരണം. പിന്നെ കൊതുവിന്റെ കടി ഭയങ്കര ഇനിയോ അബുദാബിയിൽ. ചൂടെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മുണ്ട് മുക്കിയിട്ട് മേത്തിട്ടിട്ടാണ് കിടക്കുക. കുറച്ചേരം കൊണ്ട് ഫുള്ള് ഉണങ്ങിയിട്ട് തോർത്തുമുണ്ട് ഇതായി പോകും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അബുദാബിയിൽ അവസാനം ലൈസൻസ് ആക്കി ടാക്സി ഓടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഫാദർ പിന്നീട് വേറെ ആരോ ത്രൂ അറിഞ്ഞ് ഞാനിങ്ങനെ ടാക്സി ഡ്രൈവറാണെന്നുള്ളത്. അങ്ങനെ നാട്ടിലേക്ക് തന്ത്രപൂർവ്വം എന്നെ വിളിച്ചു വരുത്തി. എനിക്ക് ഇത്ര വലിയൊരു എമൗണ്ട് പറഞ്ഞ് ഞാൻ റെഡിയാക്കിക്കണ് ഈ ബിസിനസ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്. കച്ചവടം ചെയ്യാൻ തരികയാണ് പൈസ സ്വന്തമായിട്ട്. എന്നെ ഞാൻ നാട്ടിലെത്തി നോക്കുമ്പോൾ ഫാദർ പറഞ്ഞു, ഞാൻ പാസ്പോർട്ടിലും വിസ അടിച്ചതൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല, ഒന്ന് കാണട്ടെ. പാസ്പോർട്ട് കൊടുത്ത് പിന്നെ ആ പാസ്പോർട്ട് എനിക്ക് കിട്ടുന്നത് ഫാദർ മരിച്ചിട്ടാണ്. എൻ്റെ വാപ്പ മരിച്ചിട്ടാണ് ആൾമാറയുന്ന പാസ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ ആ പാസ്പോർട്ട് മൂപ്പരെ കയ്യിലായതിനു ശേഷം മൂപ്പര് പറഞ്ഞതാണ്, ഞാൻ എത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അന്യരാജ്യത്ത് ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ടല്ല,
കച്ചവടം ചെയ്യാനാണ്. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഇത് മലബാറുകാരുടെ ഒരു കരുത്താണ്. ഞാൻ പറയും, തെക്കോട്ടൊക്കെ വന്നാൽ നമ്മളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന ഉപ്പായും പറയുന്നത് എന്തെന്നറിയോ, നമ്മൾ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം, ഇല്ലെങ്കിൽ ഒരു നല്ലൊരു സർക്കാർ ജോലി. അതാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം. ഉപ്പമാരുടെയൊക്കെ നമ്മുടെ ട്രെയിനിങ്ങാ. മലബാറിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു മനാഫക്കാടൊപ്പ് പറയാ, ഞാൻ പഠിപ്പിച്ചത് നല്ലൊരു കച്ചവടക്കാരനവനാ, അല്ലാതെ മരുഭൂമിയിൽ പോയി നീ ടാക്സി ഓടിക്കാനല്ല, ഒരു ജോലിക്കല്ല. അതൊരു വലിയ ഒരു വ്യത്യാസമാണ്. വടക്കും തെക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മലബാർ മേഖല ഇത്രയും വികസിക്കുന്നത്? ഒന്നുമില്ല, ഉപ്പമാരും ഉമ്മമാരുടെയും പ്രാർത്ഥന, അച്ഛന്മാരുടെയും അമ്മമാരുടെയും മക്കളോടുള്ള ഉപദേശം, പഠിച്ച് നല്ല കച്ചവടക്കാരാകാം, ഇല്ലെങ്കിൽ ഗൾഫിൽ പോയി കച്ചവടം ചെയ്യും, ഇല്ലെങ്കിൽ നാട്ടിൽ കച്ചവടം ചെയ്യും. കച്ചവടം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ കുട്ടിക്കാലം മുതലേ തലയിൽ അടിപ്പിച്ച് തരും. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കച്ചവടക്കാരനാവേണ്ടിയാണ്. എൻ്റെ ഫാദർ കച്ചവടക്കാരനാണ്, ഞാനൊരു കച്ചവടക്കാരനാവണം. ജനറ്റിക്കലി ഈ സാധനം നമ്മുടെ ബ്ലഡിലുണ്ട്. അതെ, ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്ക് ഒരു കോമഡി ഉണ്ട്. ഞാന് എന്റെ മറ്റേ അൽഫുണ്ടല്ലോ കസിന്, നമ്മൾ രണ്ടാളും ഒരു കോളേജിലെ അധ്യാപകനെ. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ ആദ്യം പഠിച്ചത് ഗുരുവായൂരപ്പൻ കോളേജിൽ സ്പോർട്സ് കോട്ടയിലായിരുന്നു, കോഴിക്കോട്. പിന്നെ അവിടുന്ന് ഫാദർ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് ഒരു ദിവസം മൂപ്പര് വരുമ്പോൾ കാണുന്നത് ഫുള്ള് ചളിയിൽ. അന്ന് ഹോക്കി കളിക്കുന്നു, ക്രിക്കറ്റ് ഹോക്കിയും കളിക്കുന്നതാണ്. ഹോക്കി കളിച്ച് വരുമ്പോൾ ആ ഡ്രസ്സിൽ വന്നപ്പോൾ അവിടുന്ന് തല്ലി പായിപ്പിച്ചിട്ട് പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയിട്ട്, പ്രൈവറ്റ് കോളേജിൽ ഞാൻ ചേരുന്നത് ഫാദറിന് അറിയില്ല എൻ്റെ കസിന് അൽഫു ആ കോളേജിലാണെന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാം. ഏത് കോളേജിലാണ്? അപ്പൊ ഞാൻ ഇവന്റെ കോളേജിന്റെ പേരും കൊണ്ട് തട്ടിവിട്ടു, അവിടെ പഠിക്കാൻ വളരെ നിരാശയോട് കൂടി. ഫാദറിന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ അവിടെ ഉണ്ടെന്നുള്ളത്. അവിടെ കൊണ്ടുപോയി ചേർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കൗണ്ടൻസിന്റെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അക്കൗണ്ടൻസി ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ അൽഫിനോട് പറയാണ്, അൽഫു നമ്മൾ മരക്കച്ചവടം ചെയ്യാൻ പോകണ്ടി, അക്കൗണ്ടൻസി വെരി ഇമ്പോർട്ടന്റ്, ഈ ക്ലാസ് നമുക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ടാൾ ഭയങ്കര ശ്രദ്ധ കൊടുത്ത് കുറെ ഇങ്ങനെ ശ്രദ്ധിക്കാത്തതിനോണ്ട് പെട്ടെന്ന് ആവി വന്ന്, ആവി ഇടലും ഞാൻ ഒച്ചയിലായിപ്പോയി. ആവിട്ടത് ക്ലാസ് സൈലന്റ് ആവലും ഈ ആവിട്ട ആ ഒച്ച ഭയങ്കരമായി വന്ന്. അങ്ങനെ ആ മാഷ് എന്നെ അടിച്ചു പണിയാക്കി. അങ്ങനെ എന്റെ കോളേജ് ജീവിതം കൊമേഴ്സ് ആയിരുന്നു. അവിടെ വെച്ചിട്ട് എന്തായി, കോളേജ് ജീവിതം അവസാനിച്ചു. അയാള് അടിക്കേണ്ട രൂപത്തില് അടിച്ചില്ല. അയാള് എന്താ പറഞ്ഞാല് അയാള് കരാട്ടെ കാണിച്ചു, തിരിച്ച് അങ്ങോട്ടും കരാട്ടെ കാണിച്ചു. മനാഫിന്റെ അകത്ത് കരാട്ടക്കാരനും ഉണ്ടല്ലോ. അതെ അതെ, അന്നൊക്കെ അങ്ങനത്തെ സമയാ. അങ്ങനെ മൂപ്പരിനെ പറയും. അതെ, മാഷ് കൈകൊണ്ട് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലേനു. മൂപ്പര് ഭയങ്കര കിക്കും പറന്ന് ചവിട്ടി. പിന്നെ മാഷ കാര്യം ഉണ്ടായില്ല. ഈ കോളേജ് കാലഘട്ടത്തിൽ തെറിച്ച നടക്കുന്ന മനാഫാണ്. അതെ, അത് അതിന് ശേഷം രാഷ്ട്രീയം അങ്ങനെ അധികം. ഒന്നാമത് ഞാൻ ചെറുപ്പം മുതലേ എന്റെ ഫാദറിനെ രാഷ്ട്രീയം കണ്ടിട്ട് പേടിയാ. രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എന്റെ ഫാദറിനെ പോലെ ആവണം. അതായത് അത് ഒരു ഫുൾ അതില് ഒരു കളങ്കല്ല. അപ്പൊ അതുകൊണ്ട് പേടിയാ. അല്ല, നമ്മള് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ഫാമിലിനെ മാറ്റി വെക്കേണ്ടി വരും. ഫാമിലി ലൈഫ് അത് കണ്ടതാ. അതെ, ഫാമിലി ലൈഫ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ സെക്കൻഡ് പ്രയോറിറ്റി മാത്രമായിരിക്കും ഫാമിലിക്ക്. യഥാർത്ഥ രാഷ്ട്രീയക്കാർ മുഴുവൻ അങ്ങനെ ആയിരിക്കും. അതും കേൾക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അതെ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരുടെ ജീവിതം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരന് ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഒരു രാഷ്ട്രീയക്കാരന് ത്യാഗം, അതായത് നമ്മള് എല്ലാത്തിലും വലുതാണെന്ന് വിചാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കഴിഞ്ഞു. നമ്മള് രാഷ്ട്രീയത്തിലേക്ക് എന്തിനു വന്നു എന്നുള്ള ബോധം വരുമ്പോഴും ഉണ്ടാവണം, പിന്നെ അതിൽ നിൽക്കുമ്പോഴും ഉണ്ടാവണം. സെൽഫ്ലെസ് ആകുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമ്മൾ രാഷ്ട്രീയം ചെയ്യാൻ പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ്. അവരെ സേവിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താവും, ഈ ജനങ്ങളെ അടിമയായിട്ട് സേവിക്കണം, സെർവന്റ് ആവണം. പക്ഷെ എന്താണ്, രാഷ്ട്രീയം തിരിച്ചാണ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല്
ഒരു ജമ്മിത്ത സ്വഭാവമാണ് രാഷ്ട്രീയക്കാർക്ക്. എന്താ വന്നത് നടക്കൂല അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈറാർക്കിയാണ് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയം. എല്ലാരും അല്ലെങ്കിലും കുറെ ആളുകൾ ആ ഒരു എന്താ പറയാ ഒരു മോഡലാണ് ചൂസ് ചെയ്യാറ്. അതൊരു അപ്പൊ അത് കാരണം രാഷ്ട്രീയത്തിലേക്ക് പോയില്ല കോളേജിൽ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മളതായ സ്പോർട്സ് മേഖലയിലാണ് ക്രിക്കറ്റും കേരള ടീമിന് വേണ്ടി അതെ ഞാൻ കളിച്ചിട്ടുണ്ട്. ജൂനിയർ കളിച്ചിന്. പിന്നെ അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതും വൈഫ്. ഓക്കെ. അപ്പൊ അവിടെയും കഥകളാണ്. എനിക്ക് തോന്നേ ഞാൻ മനാഫ്ക ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ ലൈഫായിട്ട് വളരെ കണക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ അർത്ഥത്തിൽ ഞാനും മനാഫ്ക്കായി കാണാനും ഇടപെടാനും ഒക്കെ ഒരേപോലെയാണ് നമ്മളോട് പറയാനുള്ളത്. സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ ഒരു ഇന്റർവ്യൂക്കും വേണ്ടി വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ആഗ്രഹിച്ച 1-2 ആളില് ഒന്നാണ് സാറ്. പിന്നെ അപ്പം അല്ലാതെ ഞാൻ പറയാൻ കാര്യം മനാഫ്ക ഓരോ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ പരീക്ഷണങ്ങളൊക്കെ മനാഫ്ക്കായെ പരിശീലിപ്പിക്കുമായിരുന്നു. മനാഫിനെ പരിശീലിപ്പിക്കുമായിരുന്നു. എനിക്കൊന്നും പരീക്ഷണമല്ലായിരുന്നു, പരിശീലനമായിരുന്നു. കാരണം മനാഫ് എന്ന വ്യക്തിയെ ലോകം അറിയിച്ചത് ഒരു ദൗത്യം വന്നപ്പോഴാണ്. അന്നൊരു സുഹൃത്തിനെ കൂടെയുള്ളൊരു എംപ്ലോയിയെ ചേർത്ത് പിടിച്ചപ്പോഴാണ്. ആ ചേർത്ത് പിടിക്കാൻ മനാഫിന് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള മാത്രം ബന്ധം അല്ലായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലാക്കാണ്. കാരണം ഉപ്പ കൊണ്ടിട്ടൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതെ, ആ ട്രെയിനിങ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നത് ഹോസ്റ്റലിലേക്കാ പോണത്. വ്യത്യസ്തരായ കുരുത്തം കെട്ട കുറെ എന്റെ സഹപാഠികള് ഇന്ന് എല്ലാരും നല്ല നല്ല നിലയിലാട്ടോ. ആ കുരുത്തം കെട്ട ഹോസ്റ്റലിൽ പഠിച്ച എല്ലാ കുട്ടികളും ഇന്ന് ഓൾമോസ്റ്റ് എല്ലാരും വലിയ പൊസിഷനില്ല എല്ലാരും. അത് അധ്യാപകർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. കൊടുക്കണം. പിന്നെ നമ്മളെ കരാട്ടെ മാഷ് ഉസ്മാൻ സാറിന്റെ ആ ഒരു കൂട്ടിപ്പിടുത്തം ഭയങ്കരമാണ്. കുട്ടികളെ എവിടാണോ നമ്മളെ പോരായ്മ അത് ഓട്ടോമാറ്റിക് എന്താണ് അവിടെ നമ്മൾ പോലും അറിയാതെ അത് റിപ്പയർ ചെയ്തു പോകും. എനിക്ക് തോന്നുന്നു ഉസ്മാൻ സെൻസിയെ കുറിച്ച് പറയുമ്പോ ഇന്ന് മനാഫ്ക UAE ഉള്ളത് കരാട്ടെ കിഡിന്റെ ഒരു വലിയൊരു ഫെലിസിറ്റേഷൻ ഒക്കെ നടന്നു. മനാഫ്കയെ ആദരിച്ചു. UAE ഗവൺമെന്റ് ആദരിച്ചു. അത് വലിയ കിട്ടലാണ്. ഇതൊക്കെ ഒരു വലിയ, അതായത് ഒരുപാട് ആദരവും സ്നേഹവും ഫെലിസിറ്റേഷനും റെക്കഗ്നേഷനും ഒക്കെ ഇപ്പൊ വരുമ്പോഴും മനാഫ് ഭയങ്കര കൂളാണ്, ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ പറയട്ടെ, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. മനാഫ്, ഞാൻ ദൂരെ നിന്ന് കാണുന്ന ഒരു മനാഫ് ഈ പ്രശംസ, റിവാർഡ്, അംഗീകാരമൊക്കെ കിട്ടുമ്പോഴും മനാഫിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഇതേപോലെ പ്രശ്നം നടന്നപ്പോഴും കേരളം കത്തി നിൽക്കുന്ന സമയം മനാഫിനെ ചോദ്യമുനയിൽ നിർത്തിയ സമയം മനാഫ് എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്തു, മനാഫ് എന്ന പേഴ്സണാലിറ്റിയെ കുറിച്ച് ചോദ്യചിഹ്നത്തിന്റെ താഴെയാക്കി. അപ്പം ഒരുപാട് ശരങ്ങൾ ഇങ്ങനെ അമ്പെയ്ത് മനാഫിന്റെ നേർക്ക് വിട്ടപ്പോഴും മനാഫ് ഇങ്ങനെയായിരുന്നു. അപ്പം കിട്ടിയപ്പോഴും കിട്ടാത്തപ്പോഴും സക്സസ് ഉണ്ടായപ്പോഴും ഫെയിലിയർ ഉണ്ടായപ്പോഴും മനാഫ് എന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ, മനാഫ് എന്ന വ്യക്തിയുടെ മുഖഭാവത്തൊന്നും ഒരു മാറ്റമില്ല. അപ്പൊ ഇത് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് മനാഫിനെ ഇതൊന്നും ബാധിക്കൂലേ? സക്സസും ഫെയിലിയറും ഒന്നും ബാധിക്കില്ല? ഇല്ല. ഒന്നാമത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ രണ്ടിലും മതിമറന്ന് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, എൻ്റെ കടമാണ് ഇപ്പൊ ഞാൻ ചെയ്ത് തീർത്തത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും ആരോ പറയുന്നുണ്ട്, ഇതല്ല സത്യത്തിൽ എൻ്റെ യഥാർത്ഥ പരീക്ഷണം, ഇതാണ് ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ഇനിയും ഒരു വലിയൊരു പരീക്ഷണം എനിക്ക് വരാൻ പോകുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത്. നമുക്ക് ഇനി എവിടെയൊക്കെ മുന്നോട്ട് പോകാണ്ട്, ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാണ്ട്, പലതും ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ അപ്പൊ എന്താ പറഞ്ഞാൽ ചെറിയ വിജയങ്ങളിൽ തന്നെ ഈ മതി മറക്കരുത് നിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യത്തിൽ ജാതിയും മതമൊക്കെ മാറ്റിവെച്ചാൽ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും ഒരു വർക്കറും ഒരു എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എനിക്കറിയില്ല. ഇതിനേക്കാൾ നന്നായിട്ടൊരു മാനേജ്മെന്റ് ബുക്കിന് എഴുതി കൊടുക്കാൻ പറ്റും. ഞാനൊക്കെ ഒരുപാട് മാനേജ്മെന്റ് ബുക്ക് വായിച്ച് പഠിപ്പിക്കുന്ന ആളാണ്.
ഇപ്പോൾ പല തരത്തിലുള്ള പ്രിൻസിപ്പിൾസും ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജികൾ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ, എൻഗേജ്മെൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ അവസാനത്തെ എക്സാമ്പിളാണ് മനാഫ് എന്ന വ്യക്തി. മനാഫിൻ്റെ കൂടെ നിന്ന ഒരു എംപ്ലോയിയെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ ദിവസങ്ങളിലുള്ള എഫേർട്സ്, അത് ജീവിച്ചിരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ എംപ്ലോയിയായിട്ട് എൻഗേജ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പലരും ശ്രമിക്കും. അതൊരു മോട്ടിവേഷന്റെ ഭാഗമാണ്, എൻകറേജ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷെ വേർപെട്ടിട്ടും അതിന്റെ കൂടെ നിൽക്കാൻ കാണിക്കുന്ന ആ മനസ്സ്, എവിടെയോ ഞാൻ കേട്ടു മനാഫ് പറഞ്ഞത്, അതൊന്ന് എനിക്ക് മദ്രസയിൽ നിന്ന് ഞാൻ നേടിയ ആർജവമാണ്, എൻ്റെ വീട്ടിൽ നിന്ന് നേടിയ എൻ്റെ പഠനമാണ്, അല്ലെ, പിന്നെ കരാട്ടയിൽ നിന്നും കിട്ടിയ ഒരു ഊർജമാണ്, എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ജീവിതാനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഗൾഫിൽ വന്ന് പട്ടിണി കിടന്ന കാലഘട്ടവും നമ്മള് അവിടെ എന്താണ് നമ്മൾ ചെയ്ത്, രാവും പകലും പണിയെടുത്തിട്ട് ആ കിട്ടിയ പൈസ ഒക്കെ ഒരുത്തം കൊണ്ടുപോയി. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒരാവശ്യം പറയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ അടുത്ത് കയ്യിലുള്ള പണം എടുത്തിട്ട് കൊടുക്കും. ഈ കൊടുത്ത പണങ്ങളൊക്കെ പിന്നീട് ഒരു ഗൾഫ് ജീവിതം അവസാനിച്ച് പോകുമ്പോൾ ഒരാളെ കയ്യിൽ ഞാൻ എന്താക്കി ഏൽപ്പിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് പോയത്. എൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ ആ പണം അവനെ ഏൽപ്പിച്ച്, അവൻ ആ പണം എടുത്ത് പോയി. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഞാൻ അതാ പറഞ്ഞത്, നഷ്ടപ്പെടുന്ന ഒരു ഹരം കണ്ടെത്തിയ മനുഷ്യനാണ് ഞാൻ. നഷ്ടത്തിന് ഒരു ചിലർക്ക് നഷ്ടപ്പെടുമ്പോ ഭയങ്കര തകർന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയ അത്ര തന്നെ നഷ്ടപ്പെടുത്തിയ ആളാണ്. പിന്നെയും നഷ്ടപ്പെടും. ഞാൻ അത് പറയുമ്പോഴേ അതിന്റെ ഒരു കാരണം സ്പിരിച്വലി ഞാൻ പറയട്ടെ. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, അജബല്ലി അംറുൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ ജീവിതം അത്ഭുതമാണ്. അവന് നേടിയതും നേടാത്തതും അവന് ഖൈറാണ്. അവന് നഷ്ടപ്പെട്ടത് അത് ഓർത്തവൻ ചിരിക്കും, നേടിയത് ഓർത്തും ചിരിക്കും. അവനൊരു മാറ്റവും ഇല്ലാന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. റിവാർഡ് കിട്ടുമ്പോഴും നിങ്ങൾ കൂളായിട്ടിരിക്കും, ഫെയിലിയർ വന്നാലും കൂളാവും. അതെ, പല ഘട്ടങ്ങളിലും എൻ്റെ അടുത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഇങ്ങനെ പലതിലും വന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ഗൾഫ് ജീവിതം പരാജയപ്പെട്ടു. പിന്നീട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിൽ പോയി ബിസിനസ് ചെയ്തു, ഫെയിലായി. അതും എൻ്റെ കുറച്ച് ആളുകൾ ആ പണം കൊണ്ടുപോയി. എന്നാലും ഇപ്പൊ വേറെ ബിസിനസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കണ അറിയോ ജീവിതത്തിൽ. പല ആളുകളും ഞാൻ വിശ്വസിച്ച, അത്രയും ഡീപ്പായിട്ട് വിശ്വസിച്ച ആളുകൾ അവർക്ക് വലിയ വലിയ ഓപ്പറേഷന് വരെ കൊടുത്ത പണം കടമായി കൊടുത്തത് പോലും തിരിച്ചിട്ടില്ല. പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് ആരോഗ്യമുണ്ട്, ഇനിയും നമുക്ക് നയിക്കാം, ചെയ്യാം. ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ ജോലിക്കാരന് വേണ്ടിയിട്ട് ഒരു പണം ചെലവാക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ ചോദിക്കും, വേണോ ചില്ലറ എന്തെങ്കിലും കൊടുത്തിട്ട് മാറി നിന്നാ പോരെ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ശിരൂർ ദൗത്യത്തോട് കൂടിയിട്ട് ഒരു അളവുകോലും ഇന്നെ പറ്റിയിട്ടും മറ്റുള്ള കൂടെ ഉള്ളതും മറ്റുള്ള ആളുകളും ഞാൻ കുറച്ചൊക്കെ എന്തായാലും നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മാതിരി കുറെ ആൾ ചിന്തിക്കണില്ല എന്നുള്ളതാണ്.